ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ്. പലരും ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാൽ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഈ പാവയ്ക്ക വറവ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് മുഴുവനായി കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നമ്മൾ പാവയ്ക്കൊക്കെ എടുത്ത് അത് കഴുകി വൃത്തിയാക്കി അത് നെടുകനെ കീറുക. പാവയ്ക്ക നെടുകനെ കീറിയിട്ട് അത് രണ്ടെണ്ണാക്കുക, രണ്ട് ഭാഗമാക്കുക. എന്നിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. അതായത് വളരെ തിന്നായിട്ട് അരിയണം, കൂടുതൽ ഇതാക്കരുത്, കട്ടി കൂട്ടി അരിയരുത്. നിങ്ങൾ വളരെ കനം കുറച്ചിട്ടൊക്കെ അരിയുക. അങ്ങനെ അരിയുകയാണെങ്കിൽ നമുക്കത് ഒരേ ലെവൽ അരിയുമ്പോൾ നമുക്കത് വറവിന് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നമ്മൾ പല അളവിലാവുമ്പോൾ അതൊരു വറവ് ടേസ്റ്റായി വരില്ല. ഒരേ ഇതിൽ അളവിലാണ് അത് നമ്മൾ അരിയണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ഇതും ഒരുമിച്ചായിരിക്കും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അളവുകൾ, ഞാനിതിനെ ഈ പാവയ്ക്കാനെ രണ്ടാക്കിയിട്ട് വീണ്ടും ഒരു വട്ടം കൂടി കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ആക്കി ഒരു പാവയ്ക്കാനെ 2 ആക്കിയപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര വലുപ്പമായി തോന്നി. എന്നിട്ട് നമ്മൾ ആ പാവയ്ക്ക മുഴുവൻ ഒരു പാത്രത്തിലിട്ട് നിറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി അത് കൂട്ടി ഇളക്കണം. ഉപ്പിട്ട് നമ്മൾ കൂട്ടി ഇളക്കണത് അതിൽ നിന്ന് കയ്പ്പ് നീര് ഊറി കിട്ടും കുറച്ച് നമുക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര നേരം വേണമെങ്കിലും വെക്കാം. ഞാനിതെല്ലാം നന്നായി കൂട്ടി തിരുമ്പിയിട്ടാണ് വെക്കണേ. ഇപ്പോൾ ആ വലിയൊരു വട്ടയിലേക്ക് ഇട്ടിട്ടാണ് ഞാനത് ചെയ്യണേ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പോണി ഇതിലിട്ട് കഴിഞ്ഞാൽ എല്ലാതും കൊള്ളുമല്ലോ. എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ, അത്യാവശ്യം എനിക്ക് കയ്പക്കായ ഉണ്ടായില്ല. അപ്പോൾ ഉപ്പൊക്കെ പിടിക്കണ്ടേ നല്ല രീതിയിൽ. അങ്ങനെ ആ ഉപ്പിനൊക്കെ ഇട്ട് നമ്മളത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയണം. ഇത് ഞാൻ ഫ്രൂട്ട് പ്രോസസ്സറിൽ ഇട്ടപ്പോഴാണ് കുറച്ച് നനുത്ത പൊടികൾ കിട്ടി. പക്ഷെ എന്നാൽ അതൊന്നും കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാനതെല്ലാം പിഴിഞ്ഞെടുക്കാനായിട്ട് ആ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. എല്ലാം പിഴിഞ്ഞ് നീര് കളഞ്ഞു, ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ കളഞ്ഞ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഇനി നമുക്കുള്ളത് ചട്ടി അടുപ്പത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഉരുളിയുടെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ച് അതിലേക്ക്, ഞാൻ ഓയിലാണ് കേട്ടോ വറുത്തത്, വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല, ഓയിലാണ് ഉപയോഗിച്ചത് വറുക്കാൻ. അങ്ങനെ അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ പാവയ്ക്ക എടുത്തിട്ട് അരിഞ്ഞ പാവയ്ക്ക അതിലേക്ക് ഇടുക. ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ. ഉപ്പ് വേണമെന്നില്ല, ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഉപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പിടണ്ട, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് നമ്മൾ വീണ്ടും തിരുമ്പണം. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല, ആ ഉപ്പയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇതായില്ല. കണ്ട എൻ്റെ എല്ലാ കഷ്ണങ്ങളും നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നാലും ഇത്തിരി പൊടി പോലെ വന്ന് അത് പ്രോസസ്സറിൽ ഇടണേൻ്റെയാണ് കേട്ടോ. എന്നാൽ അത് നമുക്ക് വറുത്ത് കിട്ടുമ്പോൾ അതെല്ലാം ഒരേ ഇതിൽ. ഞാൻ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഫുഡ് പ്രോസസ്സറിലാണ് സബോള അരിയുക. അങ്ങനെ ഞാൻ നല്ല ചുമക്കനെയൊക്കെ വറുത്തിട്ടാണ് ഞാൻ എടുത്തത്. ഇത്ര വറവ് വേണമെന്നൊന്നുമില്ല, ഞാനിത്തിരി വറവ് കൂടിയ പോലെ എനിക്കും തോന്നി. അങ്ങനെ ഞാനത് ബാച്ചായിട്ട് എല്ലാം വറുത്ത് കോരാൻ ഇതാക്കി. എല്ലാതും ഇത് അവസാനത്തെ ബാച്ചായിരുന്നു വറുക്കണത്. പിന്നെ നമുക്ക് വേണ്ടതാണ് അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ മുളക്, അതുപോലെ വേപ്പില, ഉണക്കമുളക്. അപ്പോൾ പച്ചമുളകൊന്ന് വെറുതെ ഒരു കീറിയിട്ടുള്ളൂ. ഞാൻ മുഴുവനായിട്ട് അത് വെച്ചിട്ട് ഒരു കീറിയിട്ടുള്ളൂ. അണ്ടിപ്പരിപ്പ് ഞാൻ അതുപോലെ ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിലേ വെച്ചിട്ട് തന്നെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ അരിപ്പ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതാക്കാമല്ലോ. അപ്പോൾ ഞാനത് വറുത്തെടുക്കാം. ഓരോന്നോരോന്നും നമ്മൾ വറുത്ത് അതിലേക്ക് ഇടാണ്. നമുക്കിതിൽ ഇത് എന്താണ് കയ്യിലുള്ളത് അതെല്ലാം ഇടാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടണ പോലെ തന്നെ നമുക്ക് കപ്പലണ്ടി ഇടണവരുണ്ട്, ബദാം ഇടാം, പിസ്ത ഇടാം. ചിലവർ ഇതിൽ സ്വീറ്റ്നെസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ഉണക്കമുന്തിരിയൊക്കെ ഇടും. ഞാൻ പക്ഷേ ഉണക്കമുന്തിരി, എനിക്ക് പറഞ്ഞെന്ന ചേച്ചിയുടെ റെസിപ്പിയിൽ ഉണക്കമുന്തിരി ഉണ്ടെങ്കിലും ഞാൻ ഉണക്കമുന്തിരി ഇട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് സ്പൈസിയാണ് ഇഷ്ടം, സ്വീറ്റ് അത്ര ഇഷ്ടമല്ല കറികളായിട്ട് വരുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓരോന്നും എന്താ ചെയ്യുക, വറുത്തെടുക്കുകയാണ് നമ്മൾ. അതേ വെളിച്ചെണ്ണ അതേ ഓയിൽ തന്നെയാണ് വറുത്തെടുക്കണേ. കയ്പക്കായ വറുത്ത ഓയിൽ തന്നെയാണ് നമ്മളിതൊക്കെ വറുത്തെടുത്ത് കോരി നമ്മളതെല്ലാം മാറ്റി വയ്ക്കുന്നത്. ഇത് എല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത്. ഞാൻ അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ചിലർ ബദാം, ചിലർ അതുപോലെ പിസ്ത, ബദാമൊക്കെ കട്ട് ചെയ്തിടാം, പിസ്ത കട്ട് ചെയ്തിടാം, കപ്പലണ്ടി ഇടണവരുണ്ട്, ചിലർ തോല് കളഞ്ഞിട്ട് കപ്പലണ്ടി ഇടണം. അപ്പോൾ ഇതൊക്കെ അതായത് നമ്മൾ തിന്നണ സമയത്ത് വെറുതെ അതിലിടയ്ക്ക് തിന്നാൻ ടേസ്റ്റാണ്. പച്ചമുളക് ഇട്ടപ്പോൾ അത് പൊട്ടിത്തെറിച്ച് മേത്തയ്ക്കൊക്കെ ആയി നന്നായിട്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നീങ്ങി നിന്നേ ഭയങ്കരമായി മേത്തയ്ക്കൊക്കെ ആവല്ലേ. അപ്പോൾ എന്നാലും അതും നമ്മൾ ആ ഒരു പച്ചമുളകൊക്കെ ഇതിൽ മൊരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വറുത്ത് കോരുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനെ സെറ്റാക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങളിതിട്ട്. ഇത് നല്ല ടേസ്റ്റാണ്, പറയാതെ വയ്യ എനിക്ക്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടേ ശരിയാവണില്ല.
തുടക്കമല്ലേ, പഠിച്ചു വരുന്നേ ഉള്ളൂ എല്ലാതും. അപ്പോൾ ഞാൻ അതിനെ കഷ്ടപ്പെട്ട് അതെല്ലാം വാരി എടുത്തിടാണ്. അതാണ് കുറച്ച് നേരം ഇങ്ങോട്ട് പോയത് കാഴ്ച. അപ്പോൾ എൻ്റെ ക്യാമറ ഇങ്ങോട്ട് നീങ്ങിപ്പോയി, കുറച്ച് നീങ്ങിപ്പോയതാണ്. ഞാനിനിപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് ഇടുന്നില്ല, എന്താണോ അത് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അണ്ടിപ്പരിപ്പ് പെട്ടെന്നായിട്ടോ, ഞാൻ ഇടുമ്പോഴേക്കും തന്നെ നല്ല ചൂടായി നിൽക്കണ എണ്ണയാണ്, കാരണം പെട്ടെന്ന് തന്നെ അണ്ടിപ്പരിപ്പ് നന്നായി മൂത്തു. പെട്ടെന്ന് ഞാനതെല്ലാം എടുത്ത് പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഈ പാത്രത്തിൽ ഇതെല്ലാം വെച്ച് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാൻ ഇവിടെ എന്താ പറയുക, ഉണ്ടാക്കിയ എല്ലാവർക്കും ഇഷ്ടമാണിത്, അത്രയും ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കി നോക്കൽ മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടോളൂ, അതുപോലെ ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ ചാനലിന് കിട്ടുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. പക്ഷേ ഇത്രയും നല്ലൊരു ഫുഡ് നമ്മുടെ വീട്ടിൽ നമുക്കത് ഉണ്ടാക്കി എത്ര നാൾ വേണമെങ്കിലും കണ്ടെയ്നറിൽ അടച്ച് കാറ്റ് കിടക്കാണ്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളത് കേടുകൂടാതിരിക്കും. നമ്മൾ ഈ കയ്പയ്ക്ക കൊണ്ടാട്ടമൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ഇത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതിലുള്ള അണ്ടിപ്പരിപ്പായാലും മുളകുകളായാലും വറ്റൽ മുളകും പച്ചമുളകൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്പൈസിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്തു, കുറച്ച് ക്രഷ്ഡ് ചില്ലി, അതായത് കുത്തിപ്പൊടിച്ച മുളക് നമ്മുടെ നാട്ടുഭാഷയിലെ, അത് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് മിക്സാക്കി നന്നായിട്ട്. അത് ഞാൻ അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, അതും കൂടി ഉണ്ട് ഇതിൽ. എൻ്റെ കയ്യിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി നമ്മൾ വെളിച്ചെണ്ണ എടുത്ത്, ഈ വെളിച്ചെണ്ണ തന്നെ ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ആക്കി ഒന്ന് ചെറുതായി മൂപ്പിച്ചു, അതെടുത്തിട്ട് സെപ്പറേറ്റ് ഒരു കുഞ്ഞ പാത്രത്തിൽ മൂപ്പിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് മിക്സ് ചെയ്തു ഒന്നും കൂടി നന്നായിട്ട്. പക്ഷെ അതത്രയും അത് കൂടുതൽ ടേസ്റ്റാക്കി ഇതിനെ. നല്ല രീതിയിൽ എല്ലാവരും കുറേ ആൾക്കാരൊക്കെയുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞ് പോകുന്നുണ്ട്, അത്രയും ടേസ്റ്റാണ്, വെറുതെ തിന്നാനും ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത് ഇനിയിപ്പോൾ ഞാനുണ്ടാക്കുന്ന രീതിയിലല്ലെങ്കിൽ കൂടി എന്നോട് അതിലൂടെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ മറുപടി പറഞ്ഞോളൂ. ചേച്ചി ഇതിങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നുള്ള രീതി എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഒരു കസിൻ്റെ അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത്, ഈ റെസിപ്പി. ഞാൻ കുറേ നാളായി അവരോട് ചോദിക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കിയാണ്, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇതുവരെ ഞങ്ങളിവിടെ കാറ്ററിങ്ങിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിൾ റെസിപ്പിയാണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറേ വർത്താനമൊക്കെ കുറേ വർത്താനം പറഞ്ഞ് ബോറടിപ്പിച്ചെങ്കിൽ പറഞ്ഞോളൂ, അടുത്ത പ്രാവശ്യം കുറച്ച് കുറയ്ക്കും. അപ്പോൾ ഇതൊക്കെ വേഗം തന്നെ കാര്യങ്ങൾ പറയണം, എനിക്കത് വേഗം കാര്യങ്ങൾ പറഞ്ഞതാണ് ഇഷ്ടം. ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, സമയം കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് സംസാരിച്ച് തീരും മുമ്പേ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വെച്ചിട്ടൊക്കെ ചെയ്യും നമ്മൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ പറയാണ്, എല്ലാവരും കാണുക, അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.